അതിവേഗ റെയിൽ അത്ര വേഗം വേണ്ട. മെട്രോമാൻ ഇ ശ്രീധരൻ സമർപ്പിച്ച അതിവേഗ റെയിൽപാത പദ്ധതി അപ്രായോഗികം എന്ന വിലയിരുത്തലിൽ സർക്കാർ. പദ്ധതി അതേ രൂപത്തിൽ ഏറ്റെടുക്കാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കി. ഇ ശ്രീധരൻ നിർദ്ദേശിച്ച പദ്ധതിയിൽ മാറ്റങ്ങൾ നിർദ്ദേശിച്ച് വിദഗ്ധ സമിതി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറി. 23 സ്റ്റേഷനുകൾ, 200 കിലോമീറ്റർ വേഗത, 473 കിലോമീറ്റർ ദൂരം. ഇതായിരുന്നു ഇ ശ്രീധരൻ സർക്കാരിന് മുന്നിൽ സമർപ്പിച്ച അതിവേഗ റെയിൽപാത പദ്ധതി. മെട്രോമാന്റെ പദ്ധതിക്ക് അതേ രീതിയിൽ പച്ചക്കൊടി കാട്ടുന്നില്ല വിദഗ്ധ സമിതി. ഘടനയിലും സാമ്പത്തിക നിർദ്ദേശങ്ങളിലും മാറ്റം ചൂണ്ടിക്കാട്ടിയാണ് വിദഗ്ധ സമിതി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത്. ക്രൗഡ് ഫണ്ടിംഗ് സാധ്യമാകുമോ എന്ന സംശയമാണ്. ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ചത് 40% ക്രൗഡ് ഫണ്ടിംഗ് ആണ്. 24,000 കോടി പിരിഞ്ഞു കിട്ടേണ്ടതുണ്ട്. സ്റ്റേഷനുകളടക്കം കൂടുതൽ ലാഭത്തിലാക്കണമെന്നും സമിതി നിർദ്ദേശിക്കുന്നു. വിശദമായ പാരിസ്ഥിതിക പഠനം ആവശ്യമാണ്. അലൈൻമെന്റും ഫണ്ട് മോഡലും തീരുമാനിക്കേണ്ടത് സർക്കാരാണെന്ന് വിദഗ്ധ സമിതി അറിയിച്ചു. മിഷൻ സമുദ്രയുമായി ചേർത്ത് വിഴിഞ്ഞത്തേക്ക് അതിവേഗ റെയിൽ നീട്ടണമെന്നും ശുപാർശയുണ്ട്. അതിനാൽ തന്നെ വിശദമായ പഠനം ആവശ്യമെന്നാണ് സർക്കാർ നിലപാട്. ഇതിന്റെ ഒരു കൃത്യമായ ഒരു എക്കണോമിക് മോഡൽ, ഇതിൽ എത്ര യാത്രക്കാർ യാത്ര ചെയ്യാനുള്ള സാധ്യതയുണ്ട്, പിന്നെ പാരിസ്ഥിതിക പഠനം, ഇതൊന്നും നടത്താതെ അതാണ് നമുക്ക് കേരളയിൽ പറ്റിയ ഒരു അപകടം ഇതിന്റെ അകത്ത് ആവർത്തിക്കരുത് എന്നാണ് ശുപാർശ. കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് മെട്രോ സ്റ്റേഷനുകളുമായി അതിവേഗ റെയിലിനെ ബന്ധിപ്പിക്കണമെന്നും വിദഗ്ധ സമിതി ശുപാർശയിൽ പറയുന്നു. മെട്രോ സ്റ്റേഷനുകളുമായി അതിവേഗ റെയിലിനെ ബന്ധിപ്പിക്കുമ്പോൾ അതിനനുസരിച്ച് സ്റ്റോപ്പുകളിലും മാറ്റം വേണം. കേരളയിൽ പോലെ ജനങ്ങളുടെ പ്രതിഷേധമുണ്ടാകാൻ ഇടയില്ല. സ്ഥലമേറ്റെടുപ്പ് ബുദ്ധിമുട്ടാകില്ല. ഇ ശ്രീധരന്റെ റിപ്പോർട്ടിൽ പറയുന്നത് പോലെ 60,000 കോടിയിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.